നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അണങ്കൂരിലെ ബീവറേജ് ഔട്ട്ലെറ്റിനെതിരെ പ്രതിഷേധം ശക്തം. കഞ്ഞിവെപ്പ് സമരവുമായി നാട്ടുകാർ. ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് മദ്യശാല വിരുദ്ധ സമിതി. സമിതിയുടെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ. 21ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി സഞ്ചരിക്കുന്ന ചലച്ചിത്രമേള. സംസ്ഥാനതല ഉദ്ഘാടനം നവംബർ 1 ചൊവ്വാഴ്ച. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ അടിയന്തര നടപടികളുമായി ജില്ലാ ഭരണകൂടം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി ഗതാഗതക്കുരുക്ക് പരിശോധിക്കും. ഏക സിവിൽ കോഡിനെതിരെ പ്രതിഷേധ സംഗമവുമായി SYS. സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകരുതെന്നും SYS. റേഷൻ സമ്പ്രദായം അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ DYFI. DYFIയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ടൊരുങ്ങി. സമ്മേളന വിളംബരം അറിയിച്ചുകൊണ്ട് മഹിളകളുടെ വർണ്ണശബളമായ ഘോഷയാത്ര. വിശദമായ വാർത്തകളിലേക്ക്. അണങ്കൂരിൽ ബീവറേജ് ഔട്ട്ലെറ്റ് ആരംഭിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്ന് മദ്യശാല വിരുദ്ധ സമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം രാഷ്ട്രീയ സംസ്കാര വേദികളിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. നഗരത്തിൽ IC ഭണ്ഡാരി റോഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബീവറേജ് ഔട്ട്ലെറ്റാണ് അണങ്കൂരിലേക്ക് മാറ്റുന്നത്. 300-ലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഔട്ട്ലെറ്റ് ആരംഭിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് മദ്യശാല വിരുദ്ധ സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വർഷങ്ങളായി IC ഭണ്ഡാരി റോഡിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാല നിലവിൽ അവിടെ പ്രവർത്തിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. പെട്ടെന്നൊരു ദിവസം മദ്യശാല അവിടെ നിന്ന് മാറ്റുന്നതിന് പിറകിലുള്ള വസ്തുതകളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അണങ്കൂർ മദ്യശാല വിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. മദ്യവിൽപ്പനശാല ആരംഭിക്കുന്നതിനുള്ള നീക്കം ഉപേക്ഷിച്ചില്ലെങ്കിൽ പ്രമുഖ വ്യക്തികളെയും ഇതര രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലുള്ള പ്രമുഖരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ജനകീയ പ്രക്ഷോഭം ശക്തമാക്കാനാണ് അണങ്കൂർ മദ്യശാല വിരുദ്ധ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. അണങ്കൂരിൽ മദ്യവിൽപ്പനശാല ആരംഭിക്കാനുള്ള നീക്കം മനസ്സിലാക്കിയ നാട്ടുകാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജൂൺ മാസത്തിൽ തന്നെ എതിർപ്പ് അറിയിച്ചിരുന്നു. ഈ പ്രദേശത്തുള്ളവരെ ഉൾപ്പെടുത്തി ജനകീയ സമിതി രൂപീകരിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും ഔട്ട്ലെറ്റ് തുറക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ കൺവീനർ A. സതീശൻ, കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, വേണു കണ്ണൻ, സജി മാത്യു, കൗൺസിലർ ജാനകി തുടങ്ങിയവർ പങ്കെടുത്തു. അണങ്കൂരിൽ ബീവറേജ് ഔട്ട്ലെറ്റ് ആരംഭിക്കുന്ന കെട്ടിടത്തിന് മുമ്പിൽ കഞ്ഞിവെപ്പ് സമരം സംഘടിപ്പിച്ചു. നാട്ടുകാരും മദ്യശാല വിരുദ്ധ സമിതിയും നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായാണ് കഞ്ഞിവെപ്പ് സമരം സംഘടിപ്പിച്ചത്. നഗരത്തിലെ IC ഭണ്ഡാരി റോഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റാണ് അണങ്കൂരിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബുധനാഴ്ച രാവിലെ ഈ വിവരം അറിഞ്ഞെത്തിയ സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ ഇവിടെ സമരം നടത്തുകയാണ്. അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് മദ്യശാല വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചത്. സമരം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. തിളക്കുന്ന വെള്ളത്തിലിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് ചോറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം എത്ര വേഗത്തിൽ ഇത് ചോറാകുന്ന അതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ അധികാരികൾ കണ്ണ് തുറക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടുകയും ചെയ്യട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. 300-ൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരു കാരണവശാലും ഔട്ട്ലെറ്റ് തുടങ്ങാൻ അനുവദിക്കില്ലെന്ന ശക്തമായ തീരുമാനത്തിലാണ് പ്രദേശവാസികൾ. മദ്യശാല വിരുദ്ധ സമിതി രൂപീകരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും പ്രമുഖരെ ഉൾപ്പെടുത്തി സമരം ശക്തമാക്കാനാണ് സമിതിയുടെ തീരുമാനം. വീട്ടമ്മമാരടക്കം നിരവധി പേരാണ് സമരത്തിലുള്ളത്. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് നാട്ടുകാരുടെ ശ്രമം. രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ പ്രചരണാർത്ഥം നവംബർ 1 മുതൽ 30 വരെ നടക്കുന്ന സഞ്ചരിക്കുന്ന ചലച്ചിത്രമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നവംബർ 1 നടക്കും. കേരള ചലച്ചിത്ര അക്കാദമി 21ാം രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായാണ് സഞ്ചരിക്കുന്ന ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
നവംബർ 1 വൈകുന്നേരം 5 മണിക്ക് കാസർഗോഡ് വനിതാ ഭവൻ ഹാളിൽ നടക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഡോക്ടർ അംബിക സുധൻ മാങ്ങാട് നിർവഹിക്കും. സിനിമ സാധാരണക്കാരന്റെ ഇടയിലേക്ക് എത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് സഞ്ചരിക്കുന്ന ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ചലച്ചിത്ര അക്കാദമി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് വെച്ചിട്ടുള്ള ഫിലിം അവാർഡ് നൈറ്റിന് വേണ്ടിയിട്ട് അവിടെ നമ്മൾ ടൂറിംഗ് ടാക്സ് ഓടിയിരുന്നു. അപ്പോഴാണ് റിപ്പയർ എടുത്തത്. അപ്പോൾ ഒരു ടാക്കീസ് നമ്മൾ ജനുവരി ആകുമ്പോഴത്തേക്ക് ഫെസ്റ്റിവൽ കഴിഞ്ഞ ഉടനെ തന്നെ, അതായത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് മലബാർ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മിക്കവാറും മാസങ്ങളിൽ 4-5 ദിവസം കാസർഗോഡ് ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടും നമ്മളെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനവും അതുപോലെ സിനിമാ പ്രേമികളെയും പുതിയ ആർക്ക് ഇതുപോലെ തന്നെ ക്ലബ്ബുകളോ അല്ലെങ്കിൽ ഫിലിം സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങൾ കൊടുക്കണമെന്നുള്ളതാണ് ഒന്ന്. പിന്നെ ജയരാജിൻ്റെ ഒറ്റാൽ എന്ന സിനിമയാണ് നമ്മളിവിടെ ഈ കളിക്കാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ IFFക്ക് സുവർണ്ണ ജൗഹരം കിട്ടിയ സിനിമയാണ്. കഴിഞ്ഞ വർഷത്തെ പാരിസ്ഥിതിക സിനിമയ്ക്ക് ദേശീയ അംഗീകാരം കിട്ടിയ സിനിമയാണ്. അതുമാത്രമല്ല, അതിൻ്റെ പുതിയ വേർഷൻ, അതായത് നമ്മളെ ബ്ലൂറേയിലാണ് ഈ സിനിമയുടെ പ്രദർശിപ്പിക്കുന്നത്. ബ്ലൂറ എന്ന് പറയുമ്പം ഏറ്റവും ഹൈ ടെക്നോളജിയിൽ ഏറ്റവും ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ആ രീതിയിലുള്ള പ്രദർശനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊന്ന് എടുത്ത് പറയേണ്ട സാധനം സബ് ടൈറ്റിൽ മലയാളത്തിലിട്ടുന്നുള്ളതാണ്. അത് ആദ്യമായിട്ട് സംരംഭമാണ്. സഞ്ചരിക്കുന്ന ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെ അതാത് ഫിലിം സൊസൈറ്റികളുമായി സഹകരിച്ചുകൊണ്ട് ചലച്ചിത്ര പ്രദർശനങ്ങൾ സംഘടിപ്പിക്കും. ഫിലിം സൊസൈറ്റികളെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ഉദ്ദേശവും അക്കാദമിക്കുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ അക്കാദമി അംഗവും ചലച്ചിത്ര സംവിധായകനുമായ പ്രദീപ് ചൊക്ലി, TMA കരീം, മധു S നായർ, PV ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. അനുദിനം വർദ്ധിച്ചുവരുന്ന നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളാൻ തീരുമാനമായി. ഇതിനു മുന്നോടിയായി നവംബർ 5 ജില്ലാ കലക്ടർ K. ജീവൻ ബാബുവിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് നേരിട്ട് പരിശോധിക്കും. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും വ്യാപാരി വ്യവസായ ഏകോപന സമിതി, ബസ് ഉടമസ്ഥ സംഘം, കാസർഗോഡ് പീപ്പിൾസ് ഫോറം, റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയവയിലെ ഭാരവാഹികളുടെ യോഗത്തിലാണ് ഇതിന് തീരുമാനമായത്. കാസർഗോഡ് MG റോഡ് ജംഗ്ഷനിൽ ഫ്രീ ലെഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. ഇതിന് തടസ്സമായിട്ടുള്ള വൈദ്യുത തൂൺ മാറ്റി സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു. ബഹുനില കെട്ടിടങ്ങളിൽ ഉൾപ്പെടെ അടച്ചിട്ട പാർക്കിംഗ് സ്ഥലങ്ങൾ തുറപ്പിക്കും. വാഹനങ്ങൾക്ക് പാർക്കിങ്ങിനായി പ്രത്യേക സ്ഥലം കണ്ടെത്തും. ബസ്സുകൾ നഗരത്തിൽ 2 തവണ ചുറ്റുന്നത് പുനഃപരിശോധിക്കുക. ചൌക്കി, ഉളിയത്തെടുക്ക, വിദ്യാനഗർ വഴി ബൈപ്പാസ് ഏർപ്പെടുത്തുക. ഏരിയാൾ, ചൂരി, MG കോളനി, JP കോളനി തോടിന് സ്ലാബിട്ട് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ യോഗത്തിൽ ഉയർന്നു. ട്രാഫിക് നിയമലംഘനത്തിനെതിരെ കർശന നടപടിയെടുക്കാൻ തീരുമാനിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് വാഹനങ്ങൾ പുറത്തേക്ക് വരുന്ന റോഡിലെ കുഴിയടയ്ക്കാൻ ദേശീയപാത വിഭാഗത്തോട് ആവശ്യപ്പെട്ടു. നഗരസഭ മീൻ മാർക്കറ്റിൽ റോഡിലുള്ള കച്ചവടം ഒഴിപ്പിച്ച് കെട്ടിടത്തിനകത്ത് തന്നെ വിൽപ്പന നടത്തുന്നതിന് ആവശ്യമായ നടപടികളെടുക്കാൻ കളക്ടർ നഗരസഭാ അധികൃതർക്ക് നിർദ്ദേശം നൽകി. ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ SYSന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു പരിപാടി നടന്നത്. ഭരണഘടന അനുശാസിക്കുന്ന മൗലിക ആവശ്യങ്ങൾക്ക് വിരുദ്ധമായി ഏക സിവിൽ കോഡ് നടപ്പാക്കാനും RSS അജണ്ട അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയാണ് SYSന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. സംഗമം ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ബാസ് ഫൈസി പുത്തികെ ഉദ്ഘാടനം ചെയ്തു. KM സൈനുദ്ദീൻ ഹാജി കൊല്ലമ്പാടി അധ്യക്ഷത വഹിച്ചു. SYS ജില്ലാ ജനറൽ സെക്രട്ടറി ഹാരിസ് ദാരിമി ബെദിര, അബ്ബാസ് ഫൈസി, ഹനീഫ് ഹുദവി ദേലമ്പാടി, CA അബ്ദുള്ള കുഞ്ഞി, അബ്ദുള്ള മൗലവി പാണലം, TS സൈനുദ്ദീൻ, CIA സലാം, ദൃശ്യ മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. റേഷൻ സമ്പ്രദായം അട്ടിമറിച്ച കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ യുവാക്കൾ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. DYFI കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കേരളത്തിലെ റേഷനിംഗ് സമ്പ്രദായം അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ നടന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് DYFI ബ്ലോക്ക് സെക്രട്ടറി P. ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരളം ഇന്ത്യയിലെ ഭക്ഷ്യക്കമ്മി നേരിടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. പതിറ്റാണ്ടുകളായി കേരളത്തിൽ നിലനിന്നിരുന്ന സ്റ്റാറ്റ്യൂട്ടറി റേഷനിംഗ് സമ്പ്രദായം തകർക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. വർഷങ്ങളായി റേഷൻ ലഭിച്ചിരുന്ന ഭൂരിപക്ഷം ആളുകളെയും അതിൽ നിന്നും മാറ്റി നിർത്തുന്ന നടപടിക്കെതിരെയാണ് DYFIയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കേന്ദ്രങ്ങളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ചിനെ അനിൽ ചെന്നിക്കര, K. ഹരീഷ് എന്നിവർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കേളികൊട്ടായി കാഞ്ഞങ്ങാട്ട് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. നവംബർ 2 മുതൽ നടക്കുന്ന 11ാം സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് പട്ടണമൊരുങ്ങി.
ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങി. സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ വിളംബര ഘോഷയാത്ര നടന്നു. സംഘാടക സമിതി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ 10 വില്ലേജ് കമ്മിറ്റിയിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുത്തു. സമ്മേളനം നവംബർ 2-ന് തുടങ്ങും. കസബ കടപ്പുറത്തെ മത്സ്യഫെഡിന്റെ ബങ്കിൽ നിന്നും മണ്ണെണ്ണ അനധികൃതമായി കടത്താൻ ശ്രമിച്ച നടപടിക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. മത്സ്യഫെഡ് സംസ്ഥാന അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. കാസർഗോഡ് കസബയിൽ മത്സ്യഫെഡ് ബങ്കിൽ തിങ്കളാഴ്ച വൈകിട്ട് മണ്ണെണ്ണ വിതരണവുമായി ഉയർന്ന പ്രശ്നത്തിൽ മത്സ്യഫെഡ് ജില്ലാ ഓഫീസ് അസിസ്റ്റന്റ് മാനേജർക്കെതിരെ നഗരസഭ വാർഡംഗം ഉമ ഉണ്ണികൃഷ്ണൻ നൽകിയ പരാതിയിലാണ് അന്വേഷണം. ഉമ ഉണ്ണികൃഷ്ണൻ അന്ന് കസബയിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങാനെത്തിയ ലാലു, നീലേശ്വരത്ത് നിന്ന് പെർമിറ്റുകൾക്ക് മണ്ണെണ്ണ കൊണ്ടുപോകാൻ ഓട്ടോയുമായി എത്തിയ ഡ്രൈവർ, മത്സ്യഫെഡ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു. വളരെ അകലെ നിന്ന് പെർമിറ്റുമായെത്തിയവർക്ക് അന്നുതന്നെ വൈകിയിട്ടും മണ്ണെണ്ണ നൽകാമെന്ന നിലപാട് സ്വീകരിച്ചതും സമീപത്തുള്ളവരെ മടക്കിയതും നീലേശ്വരത്ത് നിന്ന് പെർമിറ്റുകളുമായെത്തിയ ഓട്ടോ ഡ്രൈവറുടെ സന്ദർഭോചിതമല്ലാത്ത സംസാരവുമാണ് പരാതിക്കും സംഘർഷത്തിനും ഇടയാക്കിയതെന്നുമുള്ള വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. മാനേജിംഗ് ഡയറക്ടർക്ക് അന്വേഷണ സംഘം തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പൊതുവിതരണ കടകൾക്ക് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. റേഷൻ വിതരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത്. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കാതെ കേരളത്തിലെ സാധാരണക്കാരെ പട്ടിണിക്കിടുന്ന സർക്കാർ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് മഞ്ചേശ്വരത്തെ വിവിധ പൊതുവിതരണ കടകൾക്ക് മുമ്പിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ധർണ സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരത്തെ 12ഓളം റേഷൻ കടകൾക്ക് മുമ്പിലും ധർണാ സമരം സംഘടിപ്പിച്ചു. കുഞ്ചത്തൂർ റേഷൻ കടയ്ക്ക് മുൻപിൽ നടന്ന സമരം മുസ്ലിം ലീഗ് മഞ്ചേശ്വരം മണ്ഡലം ട്രഷറർ UH അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മൊയ്തീൻ, സിദ്ദിഖ് തങ്ങൾ, മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരത്തെ ധർണ സൈഫുള്ള തങ്ങളും ഉദ്യാവാരയിൽ യൂത്ത് ലീഗ് നേതാവ് മുക്താറും ഉദ്ഘാടനം ചെയ്തു. ഉദ്യാവാരയിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ ഉദ്യാവാര സംസാരിച്ചു. സോഷ്യൽ മീഡിയകളുടെ കാലത്ത് പ്രസാധക ലോകം ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതുണ്ടെന്ന് എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് മാതൃഭൂമി ബുക്സിന്റെ ശാഖ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതൃഭൂമി ബുക്സിന്റെ കാഞ്ഞങ്ങാട് ശാഖ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ഗോകുലം ടവറിന്റെ താഴത്തെ നിലയിലാണ് മാതൃഭൂമി ബുക്സ് ശാഖ ഒരുക്കിയിരിക്കുന്നത്. വൈവിധ്യമാർന്ന പുസ്തകങ്ങളുടെ ശേഖരമാണ് മാതൃഭൂമി ബുക്സിൽ ഒരുക്കിയിട്ടുള്ളത്. മറ്റു പ്രസാധകരുടെ പുസ്തകങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ കാഞ്ഞങ്ങാട്ടെ നവീകരിച്ച ബ്യൂറോ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര നടൻ സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയായി. മാതൃഭൂമി ഡയറക്ടർ PB ഗംഗാധരൻ അധ്യക്ഷനായി. ഡോക്ടർ CV ബാലകൃഷ്ണന്റെ ഏതേതോ സരണികൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ N ശശിധരൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. ചെറുകഥാകൃത്ത് സന്തോഷ് ഏച്ചിക്കാനും പുസ്തകം ഏറ്റുവാങ്ങി. പുസ്തകങ്ങളുടെ ആദ്യ ഉൽപ്പന്ന നഗരസഭാ ചെയർമാൻ VV രമേശൻ നിർവഹിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ MK വിനോദ് കുമാർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുക്കാനെത്തി. തുടർന്നുള്ള ദിവസങ്ങളിലും വൈകിട്ട് 4:30-ന് വിവിധ സാംസ്കാരിക ചടങ്ങുകൾ നടക്കും. ആയുർഹരിതം ഹോമിയോപ്പതി ഔഷധ ഉദ്യാനം ഒരുങ്ങി. ജില്ലാ ഹോമിയോ ആശുപത്രി വളപ്പിലാണ് ഉദ്യാനം ഒരുങ്ങിയത്. നാഷണൽ ആയുഷ് മിഷൻ, ഹോമിയോപ്പതി വകുപ്പ്, ജീവനം പദ്ധതി, കേരള സർക്കാർ ആയുഷ് വകുപ്പ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ആയുർഹരിതം ഹോമിയോപ്പതി ഉദ്യാനത്തിന് തുടക്കമിട്ടത്. സംസ്ഥാനത്തെ ആദ്യത്തെ സംരംഭമാണ് ജില്ലാ ഹോമിയോ ആശുപത്രി കേന്ദ്രീകരിച്ച് സജ്ജമാക്കിയത്. ഔഷധച്ചെടികളെക്കുറിച്ചും ഹോമിയോ മരുന്നുകളുടെ ഉൽപ്പാദന വിതരണ സംരംഭങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് ഇത്തരമൊരു സംരംഭത്തിന് തുടക്കമിട്ടത്. ബോധവൽക്കരണ ക്ലാസ് നടന്നു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധച്ചെടികളുടെ സംരക്ഷണമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ആയുർഹരിതം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ റംഷീദ് ഹോസ്തുർഗ് അധ്യക്ഷനായി. ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുലേഖ, ഡോക്ടർ രാജഗോപാലൻ, DO സൂപ്രണ്ട് VK ശശികുമാർ, A രാജീവൻ, JC പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ജീവനം പദ്ധതിയെക്കുറിച്ച് PV ദിവാകരൻ ക്ലാസ് എടുത്തു. മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ രതീഷ്, ഡോക്ടർ രാജേഷ് കരിപ്പത്ത്, ഡോക്ടർ മുഹമ്മദ് റാഷിദ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ആയുർവേദ ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. PNP ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് വിവിധ പരിപാടികൾ നടന്നു. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി പറക്കളായി PNP ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് മൊബൈൽ എക്സ്പോ സംഘടിപ്പിച്ചു. പ്രമേഹ രോഗത്തെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടി നടന്നു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ L സുലൈഖ ആയുർവേദ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു സ്ഥാപനം എന്ന നിലയിൽ നമുക്കൊക്കെ അറിയാം, വളരെ നല്ല രീതിയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടുന്ന ചികിത്സയൊക്കെ ഒരു മനുഷ്യന് വേണ്ടുന്ന ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, അസുഖം ഇല്ലാത്ത ഒരാളെ പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. പ്രിൻസിപ്പൽ അത്താവർ മുരളീധരൻ അധ്യക്ഷനായി. MD ബാബുരാജ് വൃക്ഷത്തൈ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ സുരേഷ് കുമാർ, M ബൽരാജ് നായക്, P നാരായണൻ, P വേലായുധൻ, M കുഞ്ഞികൃഷ്ണൻ, ഡോക്ടർ ശശിധരൻ, ഡോക്ടർ ശ്യാംപ്രസാദ്, ബിന്ദുരാജ് തുടങ്ങിയവർ സംസാരിച്ചു.
ജില്ലയ്ക്ക് അനുവദിച്ച സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനത്തിന് സമാപനം. KSTP റോഡ് പണി ഉടൻ പൂർത്തീകരിക്കണമെന്ന് AKPA കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പണി ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ യാത്രികർ ഏറെ ദുരിതം നേടുകയാണെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി. സമ്മേളനം AKPA സംസ്ഥാന കമ്മിറ്റി അംഗം TM സുദർശൻ ഉദ്ഘാടനം ചെയ്തു. രമേശൻ മാവുങ്കാൽ അധ്യക്ഷനായി. ഹരീഷ് പാലക്കുന്ന്, പ്രശാന്ത് തൈക്കടപ്പുറം, ഗോവിന്ദൻ ചങ്കരങ്കോട്, NA ഭരതൻ, സുധീർ K, കലാധരൻ പെരിയ, വിനു മൈമുൺ, TM ഫിലിപ്പ്, സണ്ണി മാനിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. റേഷൻ ഉപഭോക്താക്കളെ കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗും സമരം തുടങ്ങി. കൊളവയിൽ റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. റേഷൻ ഉപഭോക്താക്കളോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് ധർണ സംഘടിപ്പിച്ചത്. കൊളവയിൽ റേഷൻ കടയുടെ മുന്നിൽ നടന്ന ധർണ 14 അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. റേഷൻ 1 രൂപക്കും 2 രൂപക്കും അരി കൊടുത്തപ്പോൾ 1 രൂപക്ക് എന്തിനാണ് അരി? അതിനെതിരെ ഒരുപാട് പ്രതിഷേധം പറഞ്ഞ ഇതേ സഖാക്കളാണ് ഇന്ന് പാവപ്പെട്ടവരുടെ അരി നിർത്തലാക്കിയത്. അരി നിർത്തലാക്കുക മാത്രമല്ല, APL BPL എന്ന വ്യത്യാസം പോലുമില്ല. KV അബ്ദുള്ള അധ്യക്ഷനായി. കോവൽ അബ്ദുൾ റഹ്മാൻ, അഷ്റഫ് കൊളവയൽ, ഷംസുദ്ദീൻ കൊളവയൽ, C കുഞ്ഞാമിന, ഇക്ബാൽ, നൌഷാദ്, ഷിഹാബ് പാലായി തുടങ്ങിയവർ സംസാരിച്ചു. പുഷ്പകൃഷിയിൽ വിജയഗാഥയുമായി ഒരു വീട്ടമ്മ. പടന്നക്കാട് തീർത്ഥങ്കരയിലെ ശാന്താകൃഷ്ണനാണ് പണമില്ലാതെ പുഷ്പകൃഷിയിൽ വിജയം കൊയ്തത്. പതിനൊന്ന് വർഷം മുമ്പ് ഒരു നേരം പോക്കിന് മാത്രമായി തുടങ്ങിയ പുഷ്പകൃഷി ഇന്ന് ശാന്താകൃഷ്ണന്റെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറി. വീട്ടുമുറ്റം നിറയെ പല വർണ്ണങ്ങളിലുള്ള ആന്തൂര്യങ്ങളാൽ നിറഞ്ഞതോടെ ആവശ്യക്കാരും എത്തിത്തുടങ്ങി. നീലേശ്വരത്തെ കുടുംബസുഹൃത്തു കൂടിയായ നാരായണന്റെ ഭാര്യ ജോളിയാണ് 2 ആന്തൂര്യത്തിന്റെ ചെടികൾ ശാന്താകൃഷ്ണന് സമ്മാനിച്ചത്. ശാസ്ത്രീയമായ പരിചരണമില്ലെങ്കിലും ആന്തൂര്യം ചെടികൾ സമൃദ്ധമായി വളർന്നു വന്നു. മികച്ച പരിചരണവും ജൈവവളവും നൽകിയതോടെ പുഷ്പകൃഷി വികസിക്കാനും തുടങ്ങി. നിലവിൽ 200-ലധികം ചട്ടികളിലായി പുഷ്പകൃഷി വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു. അടുക്കളയിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളുമെല്ലാം പുഷ്പകൃഷിക്ക് ഉപയോഗിച്ചു വരുന്നുണ്ട്. ശാസ്ത്രീയ മാർഗങ്ങളെ അവലംബിക്കാതെ തന്നെ പുഷ്പകൃഷി വിജയിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ശാന്താകൃഷ്ണൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അണങ്കൂരിലെ ബീവറേജ് ഔട്ട്ലെറ്റിനെതിരെ പ്രതിഷേധം ശക്തം. കഞ്ഞിവെപ്പ് സമരവുമായി നാട്ടുകാർ. ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് മദ്യശാല വിരുദ്ധ സമിതി. സമിതിയുടെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ. 21ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി സഞ്ചരിക്കുന്ന ചലച്ചിത്രമേള. സംസ്ഥാനതല ഉദ്ഘാടനം നവംബർ 1 ചൊവ്വാഴ്ച. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ അടിയന്തര നടപടികളുമായി ജില്ലാ ഭരണകൂടം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി ഗതാഗതക്കുരുക്ക് പരിശോധിക്കും. ഏക സിവിൽ കോഡിനെതിരെ പ്രതിഷേധ സംഗമവുമായി SYS. സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകരുതെന്നും SYS. റേഷൻ സമ്പ്രദായം അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ DYFI. DYFIയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ടൊരുങ്ങി. സമ്മേളന വിളംബരം അറിയിച്ചുകൊണ്ട് മഹിളകളുടെ വർണ്ണശബളമായ ഘോഷയാത്ര. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.